നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജാസ്മിൻ, എന്താ ജാസ്മിൻ, എന്താ ഒരു സങ്കടം? ഗായത്രി ചേച്ചിയുടെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്തതിന് സങ്കടമാണോ നിനക്ക്? അതെ, എനിക്കത് വലിയ വിഷമമായി. നീ ഇത് വിട്ടുകളാ. നിനക്ക് ആ നാടും ഗായത്രി ചേച്ചിയുടെ വീടും ഒക്കെ കാണണമെങ്കിൽ നമുക്ക് രണ്ടാക്കും കൂടി വേറൊരു ദിവസം അവിടെ പോവാം. എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്കിങ്ങ് തിരിച്ചു വരാം. അതൊന്നും വേണ്ട. ഇനി ഞാൻ ആ നാട്ടിലേക്കില്ല. വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ തന്നെ അവിടെയൊക്കെ പോയിട്ട് എന്താ പ്രയോജനം? പ്രയോജനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് അവരെല്ലാരും ചേർന്ന് നമ്മളെ രണ്ടുപേരെ മാത്രം ഒഴിവാക്കിയില്ലേ? അതെനിക്ക് വലിയൊരു ഇൻസൾട്ട് ആയിപ്പോയി. എന്താ അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അല്ല മോളെ, അത് അമ്മയെ നോക്കാൻ നമ്മളോട് ഏട്ടൻ പറയുമ്പോ അത് എങ്ങനെ നമുക്ക് നിഷേധിക്കാൻ പറ്റും? അമ്മേ, നമ്മൾ അവരോടൊപ്പം ഗായത്രി അമ്മയുടെ നാട്ടിലേക്ക് പോകുന്നത് പാർവതിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവൾ അങ്കിളിനെ ബ്രെയിൻ വാഷ് ചെയ്തു. അതിന്റെ ഇമ്പാക്റ്റ് ആണ് അച്ഛമ്മയുടെ പേരും പറഞ്ഞ് അങ്കിള് നമ്മളെ ഇവിടെ തഴഞ്ഞത്. ഇതില് പാർവതിയുടെ ഇടപെടൽ ഉണ്ടാവൂ? അതിലെന്താ ഇപ്പൊ ഇത്ര സംശയം? ഉണ്ട്, പാർവതിയുടെ ഇടപെടലുണ്ട്. നീ ഇതിനെക്കുറിച്ചൊരു സൂചനയെങ്കിലും നൽകിയിരുന്നെങ്കിൽ അവളുടെ പ്ലാൻ ഞാൻ പൊളിച്ചേനെ. നമ്മൾ അവൾക്കൊപ്പം ആ ഗ്രാമത്തിലോട്ട് പോയേനെ. ഞാൻ മുൻകൂട്ടി സൂചന തന്നിരുന്നെങ്കിലും ഇവിടെയൊന്നും നടക്കാൻ പോകുന്നില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? അമ്മേ, അമ്മയുടെ വോയിസിനൊന്നും ഇപ്പൊ പഴയ പോലെ ഒരു വിലയുമില്ല. അതമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലായില്ലെങ്കിലേ ഇനിയെങ്കിലും അമ്മ അതൊന്ന് തിരിച്ചറിയണം. ജാസ്മിൻ, കേൾക്കുമ്പോ വിഷമം തോന്നുന്നുണ്ടാവല്ലേ? വിഷമം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞതാ സത്യം. അമ്മ ഇപ്പോ ഇവിടെ ആർക്കും ഒരു വിലയുമില്ല. വായ പോയ കോടാലിക്ക് തുല്യ അമ്മയ്ക്കിപ്പോ ഈ വീട്ടിലെ സ്ഥാനം. വെറും ഒരു പാഴ്വസ്തു. അതുകൊണ്ടാ ഗായത്രി അമ്മയുടെ നാട്ടിലേക്ക് പോവാൻ ഒരുങ്ങിയപ്പോ അത് വേണ്ട എന്ന് അമ്മയുടെ പൊന്നാങ്ങള അമ്മയെ മനഃപൂർവ്വം വിലക്കിയത്. ശരിയാ, നീ പറഞ്ഞത് തന്നെയാ സത്യം. ഞാനിതുവരെ ഒരു മൂഢസ്വർഗത്തിലായിരുന്നു. ഇപ്പോഴാ എനിക്കിത് ബോധ്യപ്പെട്ടത്. എനിക്കിവിടെ ഒരു വിലയില്ല അല്ലേ ജാസ്മിൻ? ഒരു സ്ഥാനവുമില്ല അല്ലേ? ഇല്ല. അമ്മ വിഷമിക്കേണ്ട. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? ഇത് എനിക്കും കൂടി അവകാശമുള്ള വീടല്ലേ? ഇവിടെ എനിക്കൊരു സ്ഥാനമില്ലെന്ന് പറഞ്ഞാ അത് ഞാൻ എങ്ങനെ സഹിക്കും? ഞാനിവിടെ വലിഞ്ഞേറി വന്നൊന്നും അല്ലല്ലോ. ഈ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു അംഗം തന്നെയല്ലേ? ഏട്ടനെ പോലെ തന്നെ എന്നെ ഇവിടെ ഉള്ളവര് മാനിക്കേണ്ടതല്ലേ? അമ്മ, അങ്കിളിന് തുല്യം തന്നെ അമ്മയെയും ഈ കുടുംബത്തിലെ എല്ലാവരും ബഹുമാനിക്കും. അമ്മയ്ക്കും ഈ ഫാമിലിയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ലഭിക്കുകയും ചെയ്യും. പക്ഷേ ആ സ്ഥാനം നേടിയെടുക്കണമെങ്കിൽ ഇനി ഞാൻ പറയുന്നത് പോലെ അമ്മ പ്രവർത്തിക്കണം. ഞാൻ എന്ത് വേണം? നീ പറ. നീ പറയും പോലെ ഞാൻ എന്ത് ചെയ്യാം? വിശാലിന്റെ അച്ഛനൊപ്പം തന്നെ തുല്യ അവകാശം അമ്മയ്ക്കും ഈ വീടിലും സ്വത്തുക്കൾക്കും ഉണ്ടെന്നും ആയതിനാൽ ആ അവകാശത്തിൽപ്പെട്ട വസ്തുക്കൾ അമ്മയുടെ പേരിൽ നിയമപരമായി വീതം വെച്ച് തരണമെന്നും ആവശ്യപ്പെട്ട് ഒരു വക്കീൽ നോട്ടീസ് അമ്മയുടെ സഹോദരന്റെ പേരില് എത്രയും പെട്ടെന്ന് അയക്കണം. അതായത് അവരാ ഗ്രാമത്തിൽ നിന്നും മടങ്ങിയെത്തുമ്പോ വിശാലിന്റെ അച്ഛന് ആ നോട്ടീസ് കിട്ടിയിരിക്കണം. എന്താ, അതിനമ്മയ്ക്ക് ധൈര്യമുണ്ടോ? എനിക്കെന്തിനു ധൈര്യക്കുറവ്? എനിക്ക് അവകാശപ്പെട്ട പ്രോപ്പർട്ടീസ് എന്റെ പേരിലേക്ക് പാർട്ടീഷൻ ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടുന്നതിന് ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? എങ്കിലേ എത്രയും പെട്ടെന്ന് അമ്മ അതിനുവേണ്ടി മൂവ് ചെയ്യണം. തീർച്ചയായും. ഈ കാര്യത്തില് ഇനി ഒരു ഡിലേ എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഈ സുശീല ആരാന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്റെ അവകാശം നിയമപരമായി തന്നെ ഞാൻ നേടിയെടുത്തിരിക്കും. ഈ
തറവാട് വൃത്തിയാക്കാൻ വേണ്ടി താനും ഇവരെല്ലാരും കൂടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല സർ. നമ്മുടെ ഗായത്രി അമ്മയുടെ തറവാടല്ലേ ഇത്. ഇത് വൃത്തിയാക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല സാർ. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ വീട് ഇങ്ങനെ അടച്ചിടരുത് സാർ. ഒരു കാലത്ത് ഐശ്വര്യം നിറഞ്ഞു നിന്നിരുന്ന ഈ വീട് ഇപ്പൊ പാഴടഞ്ഞു കിടക്കുന്നത് കാണുമ്പോ ഞങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് സാർ. അതിൽ ഞങ്ങൾക്കും വലിയ വിഷമമുണ്ടോ? വിഷമം തോന്നിയിട്ട് മാത്രം കാര്യമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ എല്ലാവരും കൂടെ ഇവിടെ വന്ന് താമസിക്കണം. എങ്കിൽ മാത്രമേ ഈ വീടിനൊരു ജീവൻ ഉണ്ടാവൂ. നോക്കാടോ, നോക്കാം. ഇനി ഇതിന് മറുപടി പറയേണ്ടത് സാറല്ല, ഇവിടത്തെ മരുമകളാ. വരാം. ഞങ്ങളിനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിച്ചിരിക്കും. മോള് ഈ തറവാടിന്റെ മാത്രം മരുമകളല്ല, ലക്ഷ്മീപുരത്തെ മരുമകളാ. ഞങ്ങൾ മോളെ കാണാനും ഈ നാട്ടിലേക്ക് സ്വീകരിക്കാനും കാത്തിരിക്കായിരുന്നു. ഇനി നമ്മുടെ നാട്ടിൽ ഗായത്രി അമ്മയുടെ സ്ഥാനം വഹിക്കേണ്ടത് മോളാണ്. ഗായത്രി അമ്മ ഞങ്ങൾ ലക്ഷ്മീപുരത്തുകാർക്ക് എന്നും ഒരു താങ്ങും തണലുമായിരുന്നു. ഞങ്ങളുടെ അഭിമാനമായിരുന്നു. ആ കുറവ് പരിഹരിച്ച് അമ്മയുടെ പാത പിന്തുടർന്ന് മോൾ എന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണം. അയ്യോ, ഞാൻ ഒരിക്കലും ദേവമ്മയ്ക്ക് പകരമാവില്ല. ദേവമ്മ വിണ്ണിലെ താരകമാണെങ്കിൽ ഞാൻ മണ്ണിലെ വെറും പുൽനാമ്പാണ്. എങ്കിലും ഞാനായിട്ട് ദേവമ്മയുടെ അഭിമാനത്തിന് ഒരു ക്ഷീണവും വരത്തില്ല. അത് ഞാൻ ഉറപ്പു തരാം. ആ ഹാരോയും എടുത്തേ. വരൂ, എല്ലാവരും വരൂ. ആ പ്രഭാവതി അമ്മേ, പ്രതാപ സാറേ, വരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.